ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ബാങ്ക് ശാഖയിലും അന്നനാട് സ്വദേശിയുടെ വീട്ടിലും എത്തിച്ചായിരുന്നു തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, എപ്പോഴാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയത്? മറ്റു വിവരങ്ങൾ. ഷമി, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്ന പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്കായി കയറ്റിയിരിക്കുകയാണ് ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിൽ. അതിനുശേഷം അല്പനിമിഷങ്ങൾക്കകം ഇവിടെ കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് പിന്നിലാണ് ചാലക്കുടിയിൽ കോടതി പ്രവർത്തിക്കുന്നത്. അല്പനിമിഷങ്ങൾക്കകം പ്രതിയെ ഇവിടേക്ക് എത്തിക്കും. വളരെ ആസൂത്രിതമായ അല്ലെങ്കിൽ തന്ത്രപരമായ ഒരു നീക്കത്തിലൂടെയാണ് പ്രതിയെ പോലീസ് വലയിലാക്കിയത്. കാരണം എല്ലാ തെളിവുകളും ഇല്ല, അതായത് തനിക്ക് പിന്നാലെ പോലീസ് വരാനുള്ള ഒരു തെളിവുകളും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അമിതമായ ആത്മവിശ്വാസത്തോടെ കാത്തിരുന്ന പ്രതിയെ ഇന്നലെ വൈകിട്ടാണ് പോലീസ് വളഞ്ഞ് വീട്ടിൽ നിന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക്, അതായത് വെള്ളിയാഴ്ച ഏകദേശം ഈ സമയം മുതൽ പോലീസ് ഈ പ്രതിക്കായി നാടകം വലവരിച്ച് അന്വേഷണം തുടങ്ങിയതാണ്. അത് ഇന്നലെ വൈകിട്ട് ഈ സമയമായപ്പോഴേക്കും പ്രതിയെ കൃത്യമായി ട്രേസ് ചെയ്ത് കൃത്യമായി പ്രതി ഉള്ള, അതായത് വീട്ടിലുണ്ട് പ്രതി എന്ന് ഉറപ്പുവരുത്താൻ പോലീസിന് കഴിഞ്ഞു. അതിനുശേഷം ഒരു 6 മണിയോടുകൂടി, സന്ധ്യയോടുകൂടി തന്നെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് ചെന്ന് കൃത്യമായ തെളിവുകൾ നിരത്തി ഇതിൻ്റെ സാഹചര്യ തെളിവുകളടക്കം പറഞ്ഞ് ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിക്കുന്നത്. ഈ കവർച്ചയ്ക്ക് നേരത്തെ തന്നെ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു പ്രതി. തനിക്ക് കടം വീട്ടാൻ വേണ്ടിയാണ്, അതായത് ആർഭാടപരമായ ജീവിതം നയിച്ചുണ്ടാക്കിയ ആ കടം വീട്ടുന്നതിനാണ് ഈ കവർച്ച നടത്തിയതെന്നാണ് പ്രതി പറഞ്ഞത്. ഈ കവർച്ചയ്ക്ക് വേണ്ടി വെള്ളിയാഴ്ച കവർച്ച നടക്കുന്നതിന് മുൻപ് ഉള്ള ചൊവ്വാഴ്ച ഇയാൾ ഈ ബാങ്കിലെത്തി നിരീക്ഷണം നടത്തിയിരുന്നു. അതിനു മുൻപ് പല ദിവസങ്ങളിലായി ബാങ്കിൻ്റെ എതിർവശത്തുള്ള പള്ളിയിലെത്തി ബാങ്കിൻ്റെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചു. ഈ ബാങ്കിന് മുന്നിൽ സ്ഥിരമായി സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാകില്ല എന്ന കാര്യം മനസ്സിലാക്കി അതിനുശേഷമാണ് ബാങ്കിൽ കവർച്ച നടത്താൻ തീരുമാനിക്കുന്നത്. ഇയാൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ മറ്റൊരു ശാഖയിൽ, അതായത് ചാലക്കുടിയിലെ പ്രധാന ശാഖയിൽ അക്കൗണ്ടുണ്ട്. പക്ഷേ ഈ ശാഖയിൽ ഈ കവർച്ച നടത്തിയ ശാഖയിൽ അക്കൗണ്ടില്ല. പക്ഷേ ശാഖയുടെ ഉൾവശത്തെ സാഹചര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ചൊവ്വാഴ്ച ഇയാൾ അവിടെ എത്തുന്നു. തൻ്റെ ATM കാർഡ് തകരാറിലാണ്, ഇതിൻ്റെ കംപ്ലയിൻറ്റ് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാങ്കിലേക്ക് എത്തുന്നു. അവിടെ കാർഡിൻ്റെ വിവരങ്ങൾ ബാങ്ക് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതിനിടെ ബാങ്കിലെ സാഹചര്യങ്ങളെല്ലാം നിരീക്ഷിച്ച് മനസ്സിലാക്കി ആരെല്ലാം എവിടെ ഇരിക്കുന്നു, കൗണ്ടർ എവിടെയാണ്, ക്യാഷ് കൗണ്ടർ എവിടെയാണ് മറ്റു വാതിലുകൾ, പുറത്തേക്കുള്ള വാതിൽ എങ്ങനെ പുറത്തിറങ്ങാം, എന്തൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ ഒരു കണക്കുകൂട്ടൽ ഉണ്ടാക്കി വെച്ചു. പക്ഷേ അന്ന് കവർച്ച നടത്താനുള്ള ഒരു ആലോചന പ്രതിക്കുണ്ടായിരുന്നു. പക്ഷേ പുറത്ത് ഒരു പോലീസ് ജീപ്പ് കണ്ടതിനെ തുടർന്ന് അന്ന് കവർച്ച നടത്താതെ ഇയാൾ മടങ്ങിപ്പോവുകയായിരുന്നു. പിന്നീടാണ് വെള്ളിയാഴ്ച കവർച്ചയ്ക്ക് വേണ്ടി ആസൂത്രണം ചെയ്തത്. ഈ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം പല ദിവസങ്ങളിലായി കൃത്യമായി, അതായത് തെളിവുകൾ അവശേഷിപ്പിക്കാതെ കവർച്ച നടത്താനുള്ളൊരു ആസൂത്രണം, അതിനുള്ളൊരു പദ്ധതി തയ്യാറാക്കലായിരുന്നു പ്രതി. ഇതിനിടയിൽ ഈ വെള്ളിയാഴ്ചയ്ക്ക് മുൻപായി ഒരു ദിവസം, ബുധനാഴ്ചയോ മറ്റോ, ഈ ചാലക്കുടി പള്ളിയിൽ പെരുന്നാൾ നടന്നു വരികയാണ്. ഒരാഴ്ചയിലധികമായി ഈ തിരുനാളിൻ്റെ ഭാഗമായി അമ്പു പെരുന്നാളുണ്ട്. ഈ അമ്പു പെരുന്നാളിൻ്റെ പ്രദക്ഷിണത്തിനും ആഘോഷത്തിനുമിടയിൽ കഴിഞ്ഞ ദിവസം പ്രവാസികളുടെ ഒരു അമ്പു പെരുന്നാൾ ആഘോഷം 2 ദിവസം മുൻപ് നടന്നിരുന്നു. ഈ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിട്ട്. അന്ന് ഈ പരിപാടിയിൽ ഇയാൾ നൃത്തം കളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വരികയും ചെയ്തിരുന്നു. അങ്ങനെ ആഘോഷിച്ച് വന്ന ഒരു പ്രതി അന്നത്തെ ആഘോഷത്തിൻ്റെ ബഹളത്തിനിടയിൽ, ഈ അമ്പു പെരുന്നാളിൻ്റെ പ്രദർശനത്തിനിടയിൽ, തിരക്കിനിടയിൽ നിന്ന് ഇയാൾ ഒരു വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് അവിടുന്ന് അഴിച്ചു മാറ്റുന്നു. ആ നമ്പർ പ്ലേറ്റ് തൻ്റെ വാഹനത്തിൽ ഘടിപ്പിച്ചാണ് പ്രതി കവർച്ചയ്ക്ക് എത്തിയത്. കവർച്ച നടത്തിയ പ്രതി കവർച്ച നടത്താനെത്തുമ്പോൾ അതും വളരെ ആസൂത്രിതമായ രീതിയിൽ ഇയാൾ 3 വസ്ത്രം, 2 ടീഷർട്ട് ഉള്ളിലിട്ട് അതിന് പുറമെ ഒരു ജാക്കറ്റ് കൂടി ധരിച്ച്, മങ്കി ക്യാപ്പ് ഉള്ളിൽ ധരിച്ച്, പുറമെ ഹെൽമെറ്റ് വെച്ചുകൊണ്ടായിരുന്നു കവർച്ചയ്ക്ക് എത്തിയത്. അതിനിടയിൽ ഇയാളുടെ സ്വന്തം വാഹനം തന്നെ ഉപയോഗിച്ചു. പക്ഷേ മറ്റൊരു നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചിരുന്നു. ഈ വാഹനത്തിൻ്റെ 2 റിയർ വ്യൂ മിററുകൾ ഇയാൾ അഴിച്ചു മാറ്റി വാഹനത്തിനുള്ളിൽ വെച്ചിരുന്നു. കവർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇതിനിടെ പ്രതി പോലീസിനോട് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ബാങ്ക് മാനേജർ എതിർത്തിരുന്നെങ്കിൽ താനൊരു പക്ഷേ ഓടിപ്പോകുമായിരുന്നു എന്നാണ്. കാരണം അത്ര ധൈര്യശാലിയൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇയാളെ സംബന്ധിച്ച് ഇയാളുടെ സാമ്പത്തിക ബാധ്യത നൽകിയ ഒരു ധൈര്യം കൊണ്ടാണ് ഇയാൾ ഇത് ചെയ്തത്. എന്തായാലും വളരെ ആസൂത്രണം ചെയ്ത് വളരെ ഒരു പക്ഷേ ഒരു ക്രിമിനൽ ബുദ്ധിയോടുകൂടി തന്നെ ഇയാൾ നടപ്പിലാക്കിയൊരു പദ്ധതിയാണ്. പക്ഷേ അവിടെ പാളിപ്പോയത് പോലീസിന് ഈ പ്രതിയെ ട്രേസ് ചെയ്യാൻ പറ്റി. വളരെ കൃത്യതയാർന്ന ഒരു നിരീക്ഷണത്തോടു കൂടി പോലീസിന് ഈ പ്രതിയിലേക്ക് എത്താൻ സാധിച്ചു എന്നതാണ് വലിയൊരു പ്രത്യേകത. കാരണം ഈ തെളിവുകളൊക്കെ അവശേഷിപ്പിച്ച് വേഷം മാറി സഞ്ചരിച്ച പ്രതി അതിനിടയിൽ തൻ്റെ ഷൂസ് മാറാൻ മറന്നുപോയിരുന്നു. ഈ ഷൂസിൻ്റെ നിറം ഒരു നിർണായക തെളിവായി മാറി. അതോടൊപ്പം വാഹനം, അപ്പോൾ പോലീസ് അന്വേഷിക്കുന്ന എൻടോർക്ക് എന്ന പർട്ടിക്കുലർ വാഹനവും ഈ ഷൂസിൻ്റെ നിറവുമാണ് പ്രതിയിലേക്ക് എത്താൻ നിർണായകമായത്. അങ്ങനെ ഇത് വെച്ച് ട്രേസ് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത പരിധിക്ക് പുറത്ത് തെക്ക് ഭാഗത്തേക്ക്, എറണാകുളം ഭാഗത്തേക്കോ തൃശ്ശൂർ ഭാഗത്തേക്കോ ഇയാൾ പോയിട്ടില്ല. അപ്പോൾ ചാലക്കുടിക്കും ഒരു പേരാമ്പ്ര എന്ന സ്ഥലമുണ്ട് ചാലക്കുടിക്ക് കഴിഞ്ഞ് കുടകരയ്ക്ക് മുൻപായി. ഇത്രയും പരിധിക്കുള്ളിലുള്ള പ്രദേശത്ത് അവിടെ നിന്ന് വടക്കോട്ടോ തെക്കോട്ടോ ഇയാൾ ദേശീയപാതയിൽ എവിടെയും
CCTV-യിൽ പതിച്ചിട്ടില്ല. ഈ വാഹനത്തിൻ്റെ ദൃശ്യമോ ഇയാളുടെ ദൃശ്യമോ പതിഞ്ഞില്ല. അങ്ങനെ ഈ കൃത്യനിർവഹണം, അതായത് ഈ കവർച്ച കഴിഞ്ഞ ദേശീയപാതയിലേക്ക് പ്രവേശിച്ച പ്രതി തെക്ക് ഭാഗത്തേക്ക്, എറണാകുളം ഭാഗത്തേക്ക്, കൊരട്ടി വരെ ഏറെക്കുറെ പോയിട്ടുണ്ട്. അതിനടുത്ത് എവിടെയോ വെച്ചെന്ന് ഇയാൾ ഏറ്റവും പുറത്ത് ധരിച്ചിരുന്ന ജാക്കറ്റ് ഒഴിവാക്കുന്നു. റിയർ വ്യൂ മിറർ എടുത്ത് വാഹനത്തിൽ ഘടിപ്പിക്കുന്നു. തിരികെ തൃശ്ശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. അതിനിടയിൽ എവിടെയോ വെച്ച് ദേശീയപാതയിൽ നിന്ന് ഇയാൾ ഡൈവേർട്ട് ചെയ്ത് ഉൾഭാഗത്തൊരു വഴിയിലേക്ക് കടന്ന് സമർത്ഥമായി ആസൂത്രണം ചെയ്ത ബാങ്ക് കൊള്ളയാണ്. പക്ഷേ പ്രതി അഴിക്കുള്ളിലായി. ഇയാളെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.